ഫോട്ടോ എടുക്ക്. അല്ല ഈ സിംഹവും പുലിയൊക്കെ കാണുമോ ഇവിടെ? പേടിക്കണ്ട മുത്തശ്ശി, ഒരാപത്തുണ്ടാവില്ല. ഇതിന്റെ പുറകെ വേട്ടക്കാര് കൂടിയിരിക്കുക. ഇതിന് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ഉറങ്ങി കഴിയുമ്പോ അവരിതിനെ പിടിച്ചോണ്ട് പോകും. ഞാൻ ഇപ്പൊ തന്നെ ഫോറസ്റ്റ് റേഞ്ചറെ വിളിക്കാം. അല്ല ഈ ശിവയും കൂട്ടുകാരെ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അതെ, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ അത് അബോധാവസ്ഥയിലാണ്. ഈ സമയത്ത് വേട്ടക്കാര് വന്നാൽ ഇതിന് പിടിച്ചോണ്ട് പോവും. ജീപ്പിന്റെ ശബ്ദം കേൾക്കുന്നു ശിവ. ആദി, നീ മുകളിൽ പോയി നോക്ക്, ഏതെങ്കിലും ജീപ്പ് വരുന്നുണ്ടോന്ന്. വരൂ, വേഗം വെള്ളെടുത്തോണ്ട് വന്ന് ഈ ആനയെ എണിപ്പിക്കാം. വേഗം എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്, അല്ലെങ്കിൽ ആ വേട്ടക്കാര് വരും. അതെ, എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്, അവര് നിന്നെ അന്വേഷിച്ചാ വരുന്നത്. ശിവ, അവിടെ ജീപ്പ് വരുന്നുണ്ട്. 2 ജീപ്പാ ഉള്ളത്. അതില് വേട്ടക്കാരൊക്കെ ഉണ്ട്. അവരുടെ കയ്യില് ആയുധങ്ങളുണ്ട്. വരൂ, നമുക്ക് വേഗം കൊണ്ട് പോവാം. നമ്മൾ ഈ ആനയെ ഇങ്ങനെ വിട്ടിട്ട് പോവാൻ പാടില്ല. നമുക്ക് ഇതിനെ രക്ഷിച്ചേ പറ്റൂ. ഇനി ആ വേട്ടക്കാര് ആനയോടൊപ്പം നമ്മളെയും പിടിച്ചോണ്ട് പോകും. യെസ്, ഇവിടെയുള്ള ഇലകൾ വെച്ച് നമുക്ക് അതിനെ ഒളിപ്പിക്കാൻ നോക്കാം. ഞാൻ എന്തിനു കാണുന്നു? ആർക്ക് വേണ്ടി ബലവിരിച്ചതാണ് ഇത്? എവിടുന്ന് വന്നു ഈ കുട്ടികള്? കുരുത്തം കൊട്ട പിള്ളേര്! എടോ കുട്ടികളെ, ഈ വഴിക്കെങ്ങാനും ഒരു വെള്ള നിറത്തിലുള്ള ആന പോകുന്ന കണ്ടോടെ? ഞങ്ങള് ആന
എനിക്കിപ്പോ പണിയാ എന്നാ തോന്നുന്നു. ഞാനാണ് നായാട്ട് മാസ്റ്റർ ശാഖ. ഈ ശാഖയുടെ കയ്യിൽ നിന്നും വന്യമൃഗങ്ങൾക്കൊന്നും രക്ഷയില്ല. അതാണ് ശാഖ. ഔ, എടുക്കട വണ്ടി, വരൂ, പെട്ടെന്ന് പോയി അന്വേഷിക്കേ. വേട്ടക്കാരൻ മാസ്റ്റർ ഈ ശാഖേനെയും കൊണ്ടുപോടോ. നിക്കടോ. നീ ഇവിടെ തന്നെ ഇരിക്കട്ടോ, ഞങ്ങൾ ആരെങ്കിലും ഹെൽപ്പിനെ വിളിച്ചോണ്ട് വരാം. മോളെ മോളെ താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചു. നീ എന്തിനാ കാട്ടിലേക്ക് പോയ ശിവ? എന്തെങ്കിലും സംഭവിച്ചാലോ? അത് പിന്നെ മുത്തശ്ശി, ഞങ്ങളെല്ലാവരും ആനയെ കാണാൻ വേണ്ടി പോയതാ. അതിപ്പോ കാട്ടിന്റെ അകത്ത് അബോധാവസ്ഥയിൽ കിടക്കാണ്. രവ, നമ്മളിപ്പോ ഫോറസ്റ്റ് ഓഫീസറോട് ഈ കാര്യം പറയണം. ആ ആനയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഓ അത് ശരി. സാറേ, ഇവിടെ ഐരാവതമില്ല. ഓ പിന്നെ അതുപോലെ വലിയ വണ്ടി വന്നതിന്റെ ടയറിന്റെ പാടുമില്ല സാറേ. അപ്പൊ അതിന്റെ അർത്ഥം ഐരാവതത്തിന് ആരും കൊണ്ടുപോയിട്ടില്ലെന്നല്ലേ? എന്നാ ശരി രാംദിൻ, ആയിക്കോട്ടെ. വേട്ടക്കാരെ ശ്രദ്ധിക്കുക. ആരെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ എന്നെ അറിയിക്കുക. ഓവർ ആൻഡ് ഔട്ട്. ശിവ, ആ നിനക്കറിയില്ലേ നീ എത്ര വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത്. നീ ഒരു കുട്ടിയെ മാത്രമല്ല, ഐരാവതിനെയും കൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നീ നല്ലൊരു വീരനാ. നിക്ക്, ഞാൻ പോയി ബോൾ എടുത്തോണ്ട് വരാം. എന്റെ മേത്ത് ഓരോരുത്തർ ശക്തിക്ക് ബോൾ എറിഞ്ഞത്. ഞാൻ ഇട്ട ബോൾ കാടിന്റെ അകത്ത് പോയി ഏതോ മരത്തിൽ പെട്ട് അങ്ങനെ തന്നെ റിവേഴ്സിൽ വന്നിരിക്കാന്നാ തോന്നുന്നത്. ആഹാ, ഗോളടിച്ചല്ലോ, ഗോളടിച്ചല്ലോ, ഗോളടിച്ചല്ലോ. എന്താ അത്, ബോൾ എടുക്കാൻ പോകുന്നില്ലേ? നോക്ക് ശിവ, അവിടെ ആരെ ഒളിഞ്ഞിരിപ്പുണ്ട്. മനഃപൂർവ്വം ബോൾ എടുത്ത് എന്റെ നേർക്ക് എറിയുവാ. ഞാൻ പോയി നോക്കിട്ട് വരാം. ശിവ, ശിവ. ആരെങ്കിലും ഓടി വരണേ, എന്റെ ശിവയെ രക്ഷിക്കണേ. ഐരാവത ശിവയെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ഫോറസ്റ്റ് ഓഫീസറല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ചെന്ന് ശിവയെ രക്ഷിക്കൂ. ഓ എനിക്കൊരു പേടിയില്ല മുത്തശ്ശി.
എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഐരാവതിനെ കാണുന്നത്. അതുകൊണ്ട് അതിശയിച്ച് ഞാൻ നോക്കി നിന്ന് പോയതാ. നിങ്ങളുടെ ശിവ സന്തോഷത്തോടു കൂടി ആനപ്പുറത്തിരിക്കുന്നത് കണ്ടില്ലേ? എനിക്കിത് കണ്ടിട്ട് അതിശയം തോന്നുവാ. ശിവയാണ് അതിനെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇപ്പൊ അവര് രണ്ടുപേരും കൂട്ടുകാരായി മുത്തശ്ശി. ശിവ, ഞങ്ങളും മുകളിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു റൗണ്ട് അടിക്കാം. വേണ്ട വേണ്ട, ഐരാവതം പല സ്ഥലത്ത് കൊണ്ടുപോയാലോ? അങ്ങനെയൊന്നും പോവില്ല മുത്തശ്ശി. ഒരു പ്രാവശ്യം കൂട്ടുകാരായി കഴിഞ്ഞാൽ ചതിക്കില്ല. മൃഗങ്ങൾ ഒരിക്കലും സ്നേഹിക്കുന്നവരെ നോവിക്കാറില്ല. അവരെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ശിവ, സൂക്ഷിക്കണേ. ഐരാവതി അപകടത്തിൽപ്പെട്ടെന്ന് തോന്നുന്നു. വേട്ടക്കാരി കാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ രക്ഷിക്കണം. ലഡു സിംഗ് അങ്കിൾ, ലഡ്ഡു സിംഗ് സ്പീക്കിംഗ്. അങ്കിൾ വേഗം വേദാസ് നാഷണൽ പാർക്കിലേക്ക് വരണം. ഇവിടുത്തെ ആനയെ വേട്ടക്കാരി പിടിച്ചോണ്ട് പോവാണ്. എന്ത്? എന്റെ പരിധിയിൽ വേട്ടക്കാരനോ? നീ വിഷമിക്കരുത് ശിവ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. കണ്ടോ, ഒരു കുട്ടി പുറകെ വരുന്നുണ്ട്. ശിവ, അവിടെ നിൽക്കൂ. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനാവില്ല. അതെന്താ? വേറെ നാടിന്റെ ബോർഡർ ഇവിടെ നിന്ന് വേണം തുടങ്ങുന്നത്. അകത്തേക്ക് കടക്കണമെങ്കിൽ ഞങ്ങൾ പെർമിഷൻ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പോകണ്ട, പക്ഷെ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം. വാ ശിവ. വേഗത്തിൽ പോടോ. സാർ, ഇതിനകത്ത് എങ്ങനെ പോണെന്നൊന്ന് ആലോചിക്കൂ സാർ. അതിനെ കുറിച്ച് നീ ടെൻഷൻ എടുക്കണ്ട ശിവ. ഞാനൊരു നല്ല മലകയറ്റക്കാരനാണ്. ഞാൻ ഹിമാലയത്തിന്റെ മുകളിൽ വരെ കേറിയിട്ടുള്ളവനാണ്. പിന്നെയാണോ ഇത്? നാ ഇത് കണ്ടോ? ഇപ്പൊ കണ്ടോ? വേട്ടക്കാരൻ ശാഖയുടെ കയ്യിൽ നിന്നും വേട്ട സാധനം തട്ടിയെടുക്കാൻ അത്രയ്ക്ക് എളുപ്പമല്ല. അവന്റെ കഥ പോയേ. അതിനെ അങ്ങോട്ട് തിരിക്ക്. അവന്റെ ദേഹത്ത് കറണ്ട് പായട്ട്. കൊള്ളാം ലഡു സിംഗ് സാർ. എത്ര നന്നായിട്ടാ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓ, ഇവരിവിടെ കരണ്ട് വെച്ചിട്ടുണ്ട്. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്.
ശിവയ്ക്ക് എങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തൂടാ? ഒരു പോലീസുകാരനെ എനിക്കിത് നാണക്കേടല്ലയോ? ഇപ്പൊ ശരിയാക്കി തരാം. ഈ നായാട്ടുകാരൻ ശാഖയുടെ താവളത്തിലേക്ക് കടന്നു വരാൻ എന്തൊരു ധൈര്യം കണ്ടില്ലേ? എന്നാലേ യവറ്റകള് തിരിച്ചു പോവത്തില്ല. കാലപൊരിക്കയക്കും ഞാൻ. എല്ലാത്തിനെയും പിടിച്ചു വാരേ. ശിവ പൊടിക്കാച്ചി കുട്ടികളാണല്ലോ. ഓ, അന്നേരം അവിടെ കണ്ടത്. ആഹാ, വേട്ടക്കാരൻ ശാഖയുടെ താവളത്തിൽ ആനയെ അടിച്ചു മാറ്റാൻ വന്നതാണോ കുട്ടികളെ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ആണോ? കുട്ടികളെ കുട്ടീന്ന് വിളിക്കാതെ പിന്നെ എന്തോന്ന് വിളിക്കണം? യവനെ പിടിയടേ. ശിവ, എന്റെ പേര് ശിവ എന്നാണ്. രേവ, ആന അബോധാവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് പോയി എഴുന്നേൽപ്പിക്ക. വേട്ടക്കാരൻ ശാഖ വേട്ടയാടിയ സാധനം കയ്യിലെടുക്കാൻ വന്നാലേ ഇച്ചിരി പൊളിക്കും കേട്ടാ. എല്ലാത്തിനെയും വകവരുത്തും ഞാൻ. കല്ല് വലിച്ചെറിയടോ. ക്ഷമിക്കണം. രമച്ചിയേ, 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 രമച്ചിയേ. എനിക്ക് കൂട്ടുകാരാ, എനിക്ക് എന്താ ചെയ്യാ? കണ്ണു തുറന്നു. വെരി ഗുഡ്. ഇനി നിന്റെ പണി തുടങ്ങിക്കോ. നീ എന്റെ എല്ലാ പ്ലാനും പൊളിച്ചടുക്കുമെന്നാണല്ലോ തോന്നുന്നത്. ഈ ആനയ്ക്ക് വേണ്ടി ഞാൻ ഇതുവരെ 2 കോടിയാണ് ചെലവാക്കിയിട്ടുള്ളത്. അറിയോ? നിന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. അയ്യോ വേണ്ട, ക്ഷമിക്ക് അമ്മച്ചി, എന്നോട് ക്ഷമിക്ക്. ഞാൻ നിർത്തി, എല്ലാം നിർത്തി. അവിടെ നിൽക്ക്, അവിടെ നിൽക്കാൻ. ഞാൻ നിങ്ങളുടെ നേതാവാ. ആദ്യം ഞാൻ രക്ഷപ്പെടട്ടെ. ഞാൻ പിടിച്ചു.
ശിവ ഞാൻ ഇതെല്ലാരും പിടിച്ചിരിക്കുന്നു. നീ ഇനി ശരിക്കും വിശ്രമിച്ചോ. കണ്ടോ, ഇതൊക്കെ എനിക്ക് നിസ്സാരല്ലേ ശിവ. ശിവ, നിനക്കറിയോ, ഈ വേട്ടക്കാരെ പിടിച്ചു തന്ന നീ വലിയൊരു ഉപകാരമാണ് ചെയ്തത്. ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. നിന്നെ പോലൊരു വീരനെ എവിടെയും കാണാനാവില്ല. ഹൂറേ!